കാലിനും കൈക്കും ഒരേ കൺസേണും ഒരേ കെയറുമാണോ വേണ്ടത്? പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളുടെ കാലിൽ ഒരുപാട് കൺസേൺ ഉണ്ട്. നമ്മുടെ കാലിൻ്റെ കലസ് ഭയങ്കര തിക്കായിരിക്കും. കാലിൽ നമുക്ക് ചിലപ്പോൾ ഇൻഗ്രോത്ത് ഉണ്ടാവാം. നമ്മുടെ കാലിൻ്റെ നഖത്തിനകത്ത് ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അപ്പം ഈ കൺസേൺ ഒക്കെ ആയിട്ടാണ് നമ്മളുടെ എല്ലാ പെഡിക്യൂറിൻ്റെ പ്രോഡക്ട്സുകളും മാർക്കറ്റിലുള്ളത്. അവർ ഫോക്കസ് ചെയ്യുന്നതും അതിലാണ്. അപ്പം ഇതേ ബ്രാൻഡിൻ്റെ ഇതേ പ്രോഡക്ട്സിൽ നമ്മളുടെ കൈ സോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? ഉറപ്പായിട്ടും നമ്മുടെ കൈ നമ്മൾ ഒരു ദിവസം എത്ര വട്ടം കഴുകുന്നുണ്ട്, എത്ര വട്ടം സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലൊരു അഴുക്കിരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അല്ലേ? അപ്പം നമ്മൾ അത്ര കെയർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ കൈ എന്ന് പറയുന്നത്. കാലിന് പക്ഷെ ആ കെയർ കിട്ടുന്നില്ല. ദാറ്റ്സ് വൈ നമുക്ക് പെഡിക്യൂർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. പെഡിക്യൂർ നമ്മുടെ ഹൈജീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൈക്ക് ആക്ച്വലി കട്ട് ആൻഡ് ഫൈൽ പോളിഷ് ഇത്ര ആവശ്യമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ഡ്രൈ മാനിക്യൂർ. ഡ്രൈ മാനിക്യൂറിൽ നമുക്കൊരു ക്യൂട്ടിക്കിൾ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ കൈയുടെ ക്യൂട്ടിക്കിൾസ് ഒക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്, ഇപ്പം നിങ്ങൾ നൈൽ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ക്യൂട്ടിക്കിളൊക്കെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗിക്ക് അല്ലേ, അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഇതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. അതിനപ്പുറത്ത് മാനിക്യൂർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാലിന് ചെയ്യുന്ന പെഡിക്യൂർ ബ്രാൻഡിൻ്റെ മാനിക്യൂർ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ ചെയ്യരുത്. ദാറ്റ്സ് നോട്ട് ഗുഡ്.